ഇന്ന് നമുക്ക് കൊറോണ വൈറസിനെ കുറിച്ച് സംസാരിക്കാം. പേര് വിളിക്കാൻ അതിമനോഹരമാണെങ്കിലും നമ്മെ ഒരുപാട് ഭയപ്പെടുത്തുന്ന ഈ കൊറോണ വൈറസ് ഇന്ന് നമ്മയെല്ലാം ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൊറോണ വൈറസ്. എന്താണ് കൊറോണ വൈറസ്? മൃഗങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു തരം വൈറസ് അഥവാ വൈറസുകളുടെ ഒരു വലിയ കൂട്ടം, അതാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നതാണ് നല്ലത്. ഇത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2019 ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. ചൈനയിലെ ഹുബൈ പ്രവിശ്യയിലാണ് ആദ്യം ഈ രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് ജപ്പാൻ, തായ്ലാൻഡ്, തായ്വാൻ, ഹോങ്കോങ്, മക്കാവു, ദക്ഷിണ കൊറിയ, US തുടങ്ങിയിടങ്ങളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശേഷം ലോകത്തിലെ തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇത് പടർന്നു പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങളായി കാണപ്പെടുന്നത്. പിന്നീട് ഇത് ന്യൂമോണിയയിലേക്ക് നയിക്കും. വൈറസ് ബാധിക്കുന്നതും രോഗം തിരിച്ചറിയുന്നതും തമ്മിലുള്ള ഇടവേള 10-15 ദിവസമാണ്. 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പനി, കടുത്ത ചുമ, ജലദോഷം, അസാധാരണമായുള്ള ക്ഷീണം എന്നിവയൊക്കെയാണ് ഇതിനുള്ള ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെയാണ് അതിനുള്ള പ്രതിവിധികൾ എന്ന് നമുക്ക് നോക്കാം. പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ മറക്കാതിരിക്കുക. വളരെ പ്രധാനമായ ഒന്നാണ് ശുചിത്വം. സോപ്പ് ഉപയോഗിച്ച് കൈയും മുഖവും വളരെ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക. മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകാതിരിക്കുക. ആശുപത്രികൾ, സൂപ്പർമാർക്കറ്റുകൾ, മൃഗങ്ങളെ വിൽക്കുന്ന ചന്തകൾ, സ്കൂളുകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ കൈകളും മുഖവും നല്ലവണ്ണം സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. മാംസാഹാരങ്ങൾ നല്ലപോലെ വേവിച്ചതിന് ശേഷം കഴിക്കുക. ജീവനുള്ള മൃഗങ്ങളുടെ കൂടെയുള്ള സമ്പർക്കം ഒഴിവാക്കുക. കൊറോണ വൈറസ് ഭയാനകം തന്നെ. നമ്മൾ വളരെ ശ്രദ്ധയോടും മുൻകരുതലോടും അതിനെ നേരിടുക. വിഷമിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവം രക്ഷിക്കട്ടെ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.